കൊറേ ആയില്ലേ വോയിസ് ഓവർ ഒക്കെ കൊടുത്തൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പൊ ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, ചെറിയൊരു വ്ളോഗാണ്. ഡ്രസ്സൊക്കെ മാറ്റി വീടൊക്കെ പൂട്ടി എങ്ങോട്ടാന്നല്ലേ? എൻ്റെ വീട്ടിലൊന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്. എൻ്റെ ഉപ്പൻ്റെ പെങ്ങന്മാരും മക്കളും മാത്രമുള്ള ഒരു ഫാമിലി മീറ്റ്. രാവിലെ മക്കളെ മദ്രസയും വീട്ടിലെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങുന്നത്. തലേദിവസേ പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും മക്കളെ മദ്രസയും സ്കൂളൊക്കെ ആലോചിക്കുമ്പം മനഃപൂർവ്വം ആഗ്രഹങ്ങളൊക്കെ മറക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ ഏതായാലും ബസ്സൊക്കെ കയറി വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു സമയമായിട്ടുണ്ട്. ഞാനൊഴികെ എല്ലാവരും വീട്ടിലെത്തിയിട്ടുമുണ്ട്. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വേഗം നടക്കാണ് കേട്ടോ. എൻ്റെ മക്കളുടെ മുഖത്ത് നല്ല ആകാംക്ഷയുണ്ട്, ആരൊക്കെ ആ വീട്ടിലുള്ളതെന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ ഓർക്ക് വേണ്ടി ടീംസിനൊക്കെ ഒരു സെറ്റാക്കി ഓരോരോ വഴിക്ക് പോയിട്ടോ. പിന്നെ ഈ സിറ്റ് ഔട്ടിലിരുന്ന് വർത്താനം പറയണത് വീഡിയോയിൽ പകർത്താൻ വേണ്ടിയിട്ടുള്ള വെറും പ്രഹസനം മാത്രമാണ്. ഈ കാണുന്ന ആളുകൾ മാത്രമല്ല കേട്ടോ, കുറേ ആൾക്കാർ അപ്പുറപ്പുറമൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ ഉപ്പക്ക് 4 പെങ്ങന്മാരുണ്ട്, പിന്നെ 3 ബ്രദേഴ്സും. അങ്ങനെ എല്ലാവരും കൂടിയപ്പം കുറേ ആളായി. നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ ഉപ്പച്ചി എല്ലാവർക്കും മിഠായി കൊടുക്കുന്നതാണ് കേട്ടോ. ചെറിയ കുട്ടികൾ മുതൽ എൻ്റെ ഉപ്പൻ്റെ വലിയ പെങ്ങള് വരെ എല്ലാവർക്കും ഉണ്ടാവും ഈ ഒരു മിഠായി. ഇനി അടുത്തത് മെയിൻ പരിപാടി ഫുഡ് അടിയാണ്. അടിപൊളി കോഴിക്കോടൻ ദം ബിരിയാണി, അതും എൻ്റെ ഉമ്മൻ്റെ സ്പെഷ്യൽ. അപ്പൊ എൻ്റെ കുക്കിംഗ് സ്കില്ല് എവിടുന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഉമ്മൻ്റെ അടുത്തുനിന്നും തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ സെറ്റാക്കി വിളമ്പി. ഇനി ബിരിയാണി വേണ്ടാത്തവർക്ക് വെറും ചോറും കറി അതും ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പിച്ച് വെയിറ്റ് ചെയ്യണത് അതിന് വേണ്ടിയിട്ടാണ്. ഹോളിൽ ഇരുന്ന് കുട്ടികളും കഴിക്കുന്നുണ്ട്, കുട്ടികളെ അമ്മമാര് കുട്ടിക്ക് കൊടുക്കുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റാഹത്തായി. ഇനി നമുക്ക് കലാപരിപാടികൾ ആരംഭിച്ചാലോ? ഇതാണ് എൻ്റെ ഒടുക്കത്തമ്മായി, അതായത് എൻ്റെ ഉപ്പൻ്റെ ചെറിയ പെങ്ങള്. സ്കൂള് പഠിക്കുമ്പം ഡാൻസിനും പാട്ടിനൊക്കെ മൂപ്പരേനു കേട്ടോ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വരുമ്പോൾ മൂപ്പര് തോൽക്കും. അങ്ങനെ പാട്ടും കളിയൊക്കെ കഴിഞ്ഞ് അടുത്തത് ചായ കുടിയാണ്. എല്ലാവരും വരുമ്പോൾ ഒരുപാട് പലഹാരമൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം അതൊക്കെ എടുത്തു വെച്ച് ചായയൊക്കെ കുടിച്ച് നമ്മൾ അവരവരുടെ വീട്ടിലേക്ക് മടങ്ങാണ്. ഞാനും പോവാണ് കേട്ടോ. അങ്ങനെ യാത്ര പറഞ്ഞ് ഓരോരുത്തരായിട്ട് ഇറങ്ങി. ഞാനും ഉമ്മനോട് സലാം പറഞ്ഞ് ഇറങ്ങാണ്. അനിയത്തി പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് ചെറിയൊരു അസൂയ ഉണ്ടെങ്കിലും എനിക്ക് പോയേ പറ്റുള്ളൂ. കുഞ്ഞിപ്പെങ്ങളോട് യാത്രയും പറഞ്ഞ് താല്പര്യം ഇല്ലാഞ്ഞിട്ട് കൂടി ഇക്കാക്കമാരും ഇറങ്ങി. ഇനി എന്നാ അമ്മേ നമ്മൾ അങ്ങേക്ക് തിരിച്ചു പോവാന്ന് ചോദിച്ചു. അപ്പോൾ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്താണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.